Hi friends, welcome to Garam Masala, the magic spices of cooking. Egg fried rice. ഇന്ന് നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ബാസ്മതി റൈസ് വേവിച്ചെടുത്തത് 3 കപ്പ്, മുട്ട 3 എണ്ണം, സവാള 1 കപ്പ്, ബെൽ പെപ്പർ 1/2 കപ്പ്, ഗ്രീൻ പീസ് 1/2 കപ്പ്, ഗ്രീൻ ബീൻസ് 1/2 കപ്പ്, ക്യാരറ്റ് 1/2 കപ്പ്, ക്യാബേജ് 1/2 കപ്പ്, സ്പ്രിംഗ് ഓണിയൻ 1/2 കപ്പ്, ജിഞ്ചർ പേസ്റ്റ് 1 ടീസ്പൂൺ, ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, മല്ലിയില, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, സോയ സോസ് 1 ടേബിൾ സ്പൂൺ, ഉപ്പ്, ഓയിൽ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിക്കണം. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഇവയുടെ പേസ്റ്റ് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തതായി ഇതിലോട്ട് പച്ചമുളക് ചേർക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർക്കാം. ആദ്യം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഗ്രീൻ ബീൻസ് ചേർക്കാം. ഇനി ഇതിലോട്ട് ബെൽ പെപ്പർ ചേർക്കാം. ഇനി നമുക്ക് ക്യാബേജ് ചേർക്കാം. ഇത് നന്നായി ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് വേവിച്ചു വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 മുട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ മുട്ട ഒന്ന് വെന്ത് വരട്ടെ. മുട്ട കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേവിച്ചു വെച്ചിട്ടുള്ള ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസും വെജിറ്റബിൾസും എഗ്ഗും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ, സോയ സോസ്, കുരുമുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ചെറിയ ഫ്ലെയിമിൽ 3 മുതൽ 5 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. നമുക്കിത് വെജിറ്റബിൾ മഞ്ചൂരിയൻ്റെ കൂടെയോ ഏതെങ്കിലും ചിക്കൻ്റെ ഡിഷിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. താങ്ക് യു.